ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനുവും അവന്റെ വീട്ടുകാരും നമ്മളോടൊപ്പം ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പിരിയേണ്ടി വരില്ലല്ലോ എന്ന്. അതൊന്നും വേണ്ട രഘുവേട്ട, അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, മുറിഞ്ഞത് മുറിഞ്ഞു, അത്ര തന്നെ. എന്നാ ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. ഇതൊരു ഭാഗ്യമല്ലേ അമ്മേ? അവന്റെ കരച്ചില് നിർത്താനെങ്കിലും ഞാനിപ്പോ ഉപകാരപ്പെടുന്നുണ്ടല്ലോ. മോളെ, ഇതൊന്നും യാർക്കും தெரியாதമ്മ, നമ്മ ജ്യോതിക്ക് പോലും. സുജാതെ, മോളുടെ അടുത്തേക്ക് ചെല്ല്. ചെല്ലാം. ഇനി അവൾ ഉറങ്ങില്ല. എത്ര നേരം കഴിഞ്ഞാലും ഉറങ്ങില്ല. വെറുതെ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവാ. മനുവും അവന്റെ വീട്ടുകാരും നമ്മളോടൊപ്പം ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പിരിയേണ്ടി വരില്ലല്ലോ എന്ന്. അതൊന്നും വേണ്ട രഘുവേട്ട, അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, മുറിഞ്ഞത് മുറിഞ്ഞു, അത്ര തന്നെ. അവര് വന്നില്ലല്ലേ ഇതുവരെ? ആ, അവരവിടുന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞിനെ അവിടെ നിർത്തിയോ അതോ? മോൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. താൻ ഇനി അവര് വന്നു കഴിയുമ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട. വാ. ഞാൻ മോനൊന്ന് അകത്ത് കിടത്തട്ടെ. വാ ജ്യോതി.
മോൻ്റെ കൂടെ ഇവിടെ കിടന്നു. ഞാൻ വാതിലടച്ചേക്കാം. നിത്യേച്ചെ കണ്ടപ്പോ അവന് വലിയ സന്തോഷമായി. വയർ നിറയെ ഭക്ഷണം കഴിച്ചു. അവനാണെങ്കിൽ കല്യാണിയുടെ കൂടെ കുറെ നേരം കളിക്കുകയും ചെയ്തു. ഉറങ്ങിയപ്പോ നിത്യേച്ച തന്നെ എടുത്തു തന്നെ. കുറച്ചു ദിവസം ചിലപ്പോൾ ഇങ്ങനൊക്കെ തന്നെ വേണ്ടി വരും. കുഞ്ഞല്ലേ. കുറച്ചു ദിവസം എന്ന് പറഞ്ഞ നിത്യേന രാത്രി ഇത് തന്നെയാണോ ഉദ്ദേശിക്കുന്നേ? അവിടെ കൊണ്ടുപോയി ഉറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ? എന്നും വേണോന്നല്ലല്ലോ അമ്മേ, അവരങ്ങനെയല്ലേ ജീവിച്ചേ. എനിക്കിങ്ങനെ ഉറക്കമൊഴിച്ച് കാവലിരിക്കാനൊന്നും പറ്റില്ല. അമ്മ എന്തിനാ ഉറക്കൊഴിച്ച് കാവലിരുന്നത്? അമ്മയ്ക്ക് ഉറങ്ങായിരുന്നില്ലേ? കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ അതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നും പറഞ്ഞ് കേറിക്കിടന്ന് ഉറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. താൻ ഈ കണക്ക് വെച്ചുള്ള സംസാരവും നിർത്താവോ? 2-3 ദിവസമായിട്ട് തന്റെ സംസാരം അത്ര ശരിയല്ല. അമ്മയ്ക്ക് വിഷമം തോന്നിയാലും കുഴപ്പമില്ല. എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. വേറൊന്നുമല്ല, അമ്മ പെട്ടെന്ന് അമ്മായിമ്മയുടെ സ്റ്റാൻഡിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിലത് വേണ്ട അമ്മേ. മാറ്റം നിനക്കുണ്ട്. ഇതുവരെ നീ എന്നെ വിമർശിക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ നല്ലവരെ കണ്ടോണ്ടാവും എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ. ഇത് വെറും ഒരു കോംപ്ലക്സ് അമ്മേ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്കുണ്ടാവുന്ന ഒരു കോംപ്ലക്സ്. മകൻ വിവാഹം കഴിക്കുമ്പോ അവന്റെ ശ്രദ്ധയും മറ്റും മാറിപ്പോകുന്നുണ്ടോന്ന് ഒരമ്മയുടെ ആദി. അത് നമ്മുടെ വീട്ടിൽ വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. നേരെ ഒരുപാട് വൈകി. രണ്ടുപേരും ചെന്ന് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ കിടക്കുന്നില്ലേ? അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? അവന്റെ ഭാഷയൊക്കെ മാറുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ നല്ലതാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ഇങ്ങനെയാ. സാധാരണക്കാർ 2 വാക്കിൽ പറയേണ്ട കാര്യം 4-5 വാക്കിൽ അമ്മ പറഞ്ഞു തീർക്കുന്നത്. മധുര നൊമ്പരക്കാറ്റ്